ബാലിയിലെ ഡെൻപാസർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാനിപ്പോൾ. രാവിലെ 6:45 ആയിരിക്കുന്നു. 9:30-ക്ക് ഈ എയർപോർട്ടിൽ നിന്ന് തിമോർ എന്ന രാജ്യത്തേക്ക്, കിഴക്കൻ തിമോർ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ ദില്ലിയിലേക്ക് പുറപ്പെടുന്ന ഒരു വിമാനത്തിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാനിവിടെ. ബാലി എയർപോർട്ടിന്റെ സാധാരണഗതിയിലുള്ള തിരക്ക് നമ്മളിപ്പോൾ രാവിലെ കാണുന്നില്ല. ഇവിടുത്തെ റെസ്റ്റോറന്റുകളൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു വരുന്നതേയുള്ളൂ. ബോർഡിൽ കൃത്യം 9:30-ക്ക് തന്നെ വിമാനം പുറപ്പെടുമെന്നും ചെക്ക് ഇൻ തുടങ്ങിക്കഴിഞ്ഞുവെന്നും കണ്ടു. ഞാൻ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി ബോർഡിംഗ് പാസ് വാങ്ങി. വ്യാളികളുടെയും പലതരം മൂർത്തികളുടെയും ഒക്കെ പ്രതിമകളാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത്. ബാലിക്കാരുടെ വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും എല്ലാം പ്രതിഫലനം ഇവിടെയുണ്ട്. തനി ട്രഡീഷണൽ ബാലിനീസ് ശൈലിയിലാണ് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ പോലും ഒരുക്കി വെച്ചിരിക്കുന്നത്. കുരുത്തോലകളും തൊങ്ങലുകളുമൊക്കെ കൊണ്ട് അലങ്കരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. ലോകത്ത് ഇത്തരത്തിൽ ട്രഡീഷണലായ കലാപരിപാടികൾ കൊണ്ട് അലങ്കരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഞാൻ അധികം കണ്ടിട്ടില്ല. ദ്വീപ് നിവാസികളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രതിഫലിപ്പിക്കുന്ന നിരവധി മാസ്കുകളൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ബാലിനീസ് ചോക്ലേറ്റ്, ബാലിനീസ് വിഭവങ്ങളൊക്കെയാണ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. വളരെ രസകരമായ അലങ്കാരങ്ങളാണ്. ബാലിനീസ് സുന്ദരിമാരുടെ ചിത്രങ്ങൾ. മെടഞ്ഞ ഓല കൊണ്ട് മേൽക്കൂര കെട്ടി മുള കൊണ്ടുള്ള പന്തലൊക്കെ ഇട്ട അലങ്കാരങ്ങളും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കാണാം. സാധാരണഗതിയിൽ ഇന്റർനാഷണൽ എയർപോർട്ടുകളൊക്കെ മോസ്റ്റ് മോഡേൺ ആകുമ്പോൾ എയർപോർട്ടിലേക്ക് ഇവർ ട്രഡീഷനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ബാലിനീസ് സുന്ദരിമാരുടെ ചിത്രങ്ങളാണ് എവിടെയും കാണുന്നത്. മുത്തുക്കുടകൾ കൊണ്ട് അലങ്കരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. അത് വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ടൂറിസ്റ്റുകൾക്കിത് വലിയൊരു ആവേശവും. അവർക്ക് ഫോട്ടോ എടുക്കാം. ബാലിനീസ് കരകൗശല വസ്തുക്കളുടെ വിൽപ്പനയാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ ഒരു ഭാഗത്ത് മുഴുവൻ കാണുന്നത്. അവിടെ ട്രഡീഷണൽ വസ്ത്രങ്ങൾ, ബാത്തിക് വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, ശില്പങ്ങൾ ഇതെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കുറച്ചു നേരം ചുറ്റി നടന്നു. ഇനി 2.5 മണിക്കൂറുണ്ട് വിമാനം പുറപ്പെടാൻ. അവിടുത്തെ റെസ്റ്റോറന്റിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. ഹോട്ടലിലെ പ്രഭാത ഭക്ഷണം തുടങ്ങിയിരുന്നില്ല. രാവിലെ 6 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടതാണല്ലോ. ഞാൻ B2 ഗേറ്റിലേക്കാണ് ചെല്ലുന്നത്. സിറ്റി ലിങ്കിന്റെ വിമാനം പോകുന്നുണ്ട്. സിറ്റി ലിങ്കിന്റെ വിമാനത്തിലാണ് എനിക്ക് തിമോറിലേക്ക് പോകേണ്ടത്. സിറ്റി ലിങ്ക് എന്ന് പറയുന്നത് ഗരുഡ ഇന്തോനേഷ്യ എന്ന ഇന്റർനാഷണൽ വിമാന കമ്പനിയുടെ ഒരു റീജിയണൽ വിമാന കമ്പനിയാണ്. രാവിലെ വളരെ ശാന്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ പ്രദേശത്തെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങളിലൊന്നാണ് ഈ ബാലി. അങ്ങകലെ മലമുകളിൽ ഒരു വലിയ ശില്പം കാണാം. അതിവിടുത്തെ ഗരുഡ വിഷ്ണു കെങ്കാന എന്ന പ്രതിമയാണ്. ഗരുഡന്റെ പുറത്തിരിക്കുന്ന വിഷ്ണുവിന്റെ കൂറ്റനൊരു പ്രതിമ. ഏതാണ്ട് 46 മീറ്റർ ഉയരമുണ്ട് പ്രതിമയ്ക്ക് മാത്രം. അതിന്റെ പീഠവും കൂടി ചേരുമ്പോൾ 121 മീറ്റർ ഉയരമുണ്ട്. 2018 സെപ്റ്റംബറിലാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത്. അതിന്റെ പണി നടക്കുന്ന കാലത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഖത്തർ എയർവേസ് ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിമാന കമ്പനികളൊക്കെ ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അത് കണ്ടു നിൽക്കുമ്പോൾ എനിക്ക് പോകാനുള്ള സിറ്റി ലിങ്കിന്റെ വിമാനം എയ്റോ ബ്രിഡ്ജിനോട് ചേർന്ന് വന്നു നിന്നു. ടാക്സി വേയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഗേറ്റ് 1Bയിൽ നിന്നാണ് ഞങ്ങൾക്ക് വിമാനത്തിലേക്ക് കയറേണ്ടത്. വിമാനത്തിലേക്ക് കയറാനുള്ള സമയമായെന്ന് അനൗൺസ്മെന്റ് വന്നതോടുകൂടി വലിയൊരു ക്യൂ രൂപപ്പെട്ടു. ഇത് ഒരുതരം ബജറ്റ് എയർലൈനാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ക്ലാസ്സോ അതുപോലുള്ള ഉയർന്ന ക്ലാസ്സുകളോ ഒന്നുമില്ല. ഞാൻ ആ വിമാനത്തിനുള്ളിലേക്ക് നടന്നു. കൃത്യസമയത്ത് ഗേറ്റ് ഓപ്പണായി. ഇന്ത്യൻ സമയത്തേക്കാൾ 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട് ബാലിയിലെ സമയത്തിന്. അതായത് ഇന്ത്യയിൽ 7 മണിയാകുമ്പോൾ അവിടെ 9:30 ആകുമെന്ന് ചുരുക്കം. ഇനി നമ്മൾ തിമോറിലേക്ക് പോകുമ്പോൾ വീണ്ടും 1 മണിക്കൂർ കൂടി മുന്നിലോട്ടാകും. ഇവിടെ നിന്ന് 2 മണിക്കൂർ പറക്കലുണ്ട് തിമോറിലേക്ക്. ഏതാണ്ട് കിഴക്ക് ദിശയിൽ ഇന്തോനേഷ്യയുടെ ദ്വീപുകളുടെ മുകളിലൂടെയും കടലിന് മുകളിലൂടെയും ദീർഘമായ ഒരു യാത്ര. തിമോറിലെ 12:30 ആകുമ്പോൾ അവിടെ എത്തും. വിമാനം പയ്യെ ഓടിത്തുടങ്ങി. ഈ വിമാനത്താവളത്തിന്റെ മുഴുവൻ പേര് ഗുസ്തി ങ്ങുറാറായി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. ഗുസ്തി ങ്ങുറാറായി ഒരു ബാലിനീസ് ഹീറോയാണ്. 1946 നവംബർ 20-ന് ഡച്ചുകാർക്കെതിരെയുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ധീരനായിരുന്നു ങ്ങുറാറായി. ബാലി ദ്വീപിന്റെ തെക്കേയറ്റത്തെ ഏറ്റവും വീതി കുറഞ്ഞൊരു ഭാഗത്താണ് ഈ റൺവേ പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൺവേയുടെ ഒരറ്റം ഒരു കടലിലും മറ്റേ അറ്റം മറ്റൊരു കടലിലുമായിട്ട് ചെന്നു ചേരുന്നത് നമുക്ക് കാണാം. 1931-ൽ തുടങ്ങിയ വിമാനത്താവളമാണ്.
വിമാനം റൺവേയിൽ നിന്നുയർന്നു. സുന്ദരമായ ബാലിയുടെ ഭൂപ്രകൃതി നമുക്ക് കാണാം. ങ്ങുറാറായി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ ബിൽഡിംഗുകൾ, അതിനോട് ചേർന്ന് കിടക്കുന്ന വിമാനങ്ങൾ. വിമാനം ഉയർന്ന് ഉടൻ തന്നെ കടലിന് മുകളിലേക്ക് പറന്നെത്തുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ നമുക്കൊരു കാഴ്ച കാണാം. റൺവേ തീരുന്നിടത്ത് കടൽ ആരംഭിക്കുന്ന കാഴ്ച. ഇനി തെക്കുകിഴക്ക് ദിശയിലാണ് പറക്കുന്നത്. തിമോറിന്റെ തലസ്ഥാനമായ ദില്ലി വരെ ഏകദേശം 2 മണിക്കൂർ പറക്കുന്നത് മുഴുവൻ കടലിന് മുകളിൽ കൂടി തന്നെയാണ്. അങ്ങകലെ അഗ്നിപർവ്വതങ്ങളൊക്കെ കാണാം. താമസിയാതെ നമ്മുടെ കാഴ്ചകളെയൊക്കെ മറച്ചുകൊണ്ട് മഴമേഘത്തിന്റെ ഉള്ളിലേക്ക് വിമാനം കയറി. ഈ പ്രദേശത്ത് ആകാശം മൂടിക്കെട്ടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥ എപ്പോഴും പ്രതീക്ഷിക്കണം. മിക്കവാറും എല്ലാ സീറ്റിലും ആളുണ്ട്. കാരണം തിമോർ നിവാസികൾക്ക് പുറം ലോകത്തേക്ക് പോകാനുള്ള പ്രധാന ഗേറ്റ്വേ ബാലിയിൽ വന്നിട്ട് പുറത്തേക്ക് പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓസ്ട്രേലിയ വഴി പോകണം. എന്റെ ചുറ്റുമിരിക്കുന്നത് മുഴുവൻ തിമോറിയൻ വംശജരാണ്. അവരുടെ രൂപഭാവങ്ങളിൽ ഒരു ദക്ഷിണേന്ത്യൻ ഛായ പ്രകടമാണ്. ഇന്തോനേഷ്യ ഏതാണ്ട് 18,000 ദ്വീപുകളുടെ ഒരു സമാഹാരമാണ്. ആകാശത്ത് നിന്ന് ആ ദ്വീപുകളെ ഒക്കെ കാണാം. ആ കാഴ്ചകൾ കണ്ട് ഞാൻ അങ്ങനെയിരുന്നു. കുറേ നേരം കടലിന് മുകളിലൂടെ, പിന്നെ കുറേ നേരം ദ്വീപുകൾക്ക് മുകളിലൂടെ. ഇങ്ങനെയാണ് യാത്ര. ദ്വീപുകളുടെ വലിയ മാലകളാണ് ശരിക്കും പറഞ്ഞാൽ താഴോട്ട് കാണാൻ പറ്റുന്നത്. ഇന്തോനേഷ്യയിലെ ദ്വീപുകൾ 5000-ലധികം കിലോമീറ്റർ നീളത്തിലും 2000-ഓളം കിലോമീറ്റർ വീതിയിലും പരന്നു കിടക്കുകയാണ്. ദക്ഷിണേന്ത്യയേക്കാൾ വലിപ്പമുള്ള ദ്വീപുകളുണ്ട്. എന്നാൽ വളരെ ചെറിയ ദ്വീപുകളുമുണ്ട്. ഈ വ്യത്യസ്ത ദ്വീപുകളിലൊന്നും ഒരേ വംശത്തിലുള്ള ജനങ്ങളല്ല വസിക്കുന്നത്. വളരെ വ്യത്യസ്തരായ ഗോത്രങ്ങളാണ് പല ദ്വീപുകളിലും. ഭക്ഷണവുമായിട്ട് എയർ ഹോസ്റ്റസുമാരെത്തി. അപ്പോഴാണ് ഉറങ്ങിക്കിടന്ന പലരും ഉണർന്നെണീക്കുന്നത്. ലഘുഭക്ഷണമാണ്. പ്രഭാത ഭക്ഷണമാണോ ലഞ്ചാണോ എന്ന് തീർത്തു പറയാൻ പറ്റാത്ത വിഭവങ്ങൾ. ഒരു ബജറ്റ് എയർലൈന്റെ സ്വഭാവമാണെങ്കിൽ കൂടി ഇതിൽ ഭക്ഷണമൊക്കെ കിട്ടും. കാശ് കൊടുത്ത് വാങ്ങേണ്ടതില്ല. 1-2 വിഭവങ്ങളെ കാണൂ എന്ന് മാത്രം. ചീസ് നൂഡിൽസ് ആണ്. അതായത് ചീസ് ചേർത്ത നൂഡിൽസ്. രുചികരമായ വിഭവമായിരുന്നു. വെള്ളവും കൂടി കുടിച്ചു. കാപ്പിയും തന്നു. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് പൂർത്തിയായി. വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കുമ്പോൾ നിരവധി ദ്വീപുകൾ. ഇവിടെയൊക്കെ മനുഷ്യവാസമുണ്ട്. നമ്മളറിയാത്ത, ഒരിക്കലും കാണാത്ത മനുഷ്യർ. ചില ദ്വീപുകളിൽ പച്ചപ്പ് അശേഷമില്ല. അഗ്നിപർവ്വത ദ്വീപുകളാണ് ഇന്തോനേഷ്യയുടെ ദ്വീപുകളിൽ വലിയൊരു ശതമാനവും. ഇപ്പോഴും സജീവമായി നിൽക്കുന്ന നിരവധി അഗ്നിപർവ്വതങ്ങൾ കടലിൽ ചിതറിക്കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. ഇതും ഒരു അഗ്നിപർവ്വത ദ്വീപാണ്. ഈ വിമാനത്തിന്റെ ഉള്ളിൽ മുഴുവൻ പരസ്യമാണ്. സീറ്റിന്റെ പിൻഭാഗത്ത് മാത്രമല്ല, ഓവർഹെഡ് ലഗേജ് റാക്കിന്റെ അടപ്പിൽ വരെ പരസ്യമാണ്. ഫുൾ പരസ്യം. പരസ്യം കൊണ്ട് നിറച്ചു വച്ചിരിക്കുന്ന വിമാനമാണിത്. വീണ്ടും മറ്റു ചില ദ്വീപുകൾക്ക് മുകളിലേക്കെത്തുന്നു. മാൽദീവ്സിലെ പോലെ മണൽപ്പരപ്പും പച്ചപ്പുമുള്ള ദ്വീപുകളല്ല. ചെറിയ ചെറിയ പർവ്വതങ്ങളെടുത്ത് കടലിൽ നാട്ടിവെച്ചതുപോലെയുണ്ട്. എല്ലാ ദ്വീപുകളും മലകളാണ്. സമതല പ്രദേശങ്ങൾ തീരെ കുറഞ്ഞവയാണ് ഇന്തോനേഷ്യയുടെ ദ്വീപുകൾ മിക്കവാറും. അങ്ങനെ ഏകദേശം 1.25 മണിക്കൂർ പറന്നു കഴിയുമ്പോഴേക്കും നമ്മൾ തിമോർ എന്ന വലിയൊരു ദ്വീപിന്റെ മുകളിലേക്ക് എത്തുകയാണ്. ഈ തിമോർ ദ്വീപിനെ 2 രാജ്യങ്ങളായി വിഭജിച്ചിരിക്കുന്നു. 2002-ൽ കിഴക്കൻ തിമോർ ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. പടിഞ്ഞാറൻ തിമോർ ഇപ്പോഴും ഇന്തോനേഷ്യയുടെ ഭാഗം തന്നെയാണ്. പടിഞ്ഞാറൻ തിമോറിന്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറൻ തിമോർ ഡച്ചുകാരുടെ കൈവശമായിരുന്നു ദീർഘകാലം. അവരുടെ ഒരു കോളനിയായിരുന്നു അത്. കിഴക്കൻ തിമോർ ആവട്ടെ പോർച്ചുഗീസുകാരുടെ കോളനിയുമായിരുന്നു. അവരാണ് അവിടെ ആധിപത്യം പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് 2 ഭൂഭാഗങ്ങളായി പിന്നീട് മാറിയത്. ഇവിടുത്തെ ജനങ്ങളിൽ മിക്കവാറും ഒരേ വർഗക്കാരാണ്, ഒരേ വംശക്കാരാണ്. ഇവർ 2 കൂട്ടരും കോളനി വാഴ്ചയുടെ അനന്തരഫലമായിട്ട് ക്രിസ്ത്യാനികളുമായി മാറി. പടിഞ്ഞാറൻ തിമോറിലും കിഴക്കൻ തിമോറിലും ഏതാണ്ട് 90% ആളുകളും ക്രിസ്ത്യൻസാണ്. ഇന്തോനേഷ്യയുടെ മറ്റു ഭാഗങ്ങളിൽ കൂടുതലും മുസ്ലിങ്ങളാണെങ്കിൽ വ്യത്യസ്തമായി ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള ദ്വീപാണ് ഈ തിമോർ. 1975-ൽ പോർച്ചുഗീസുകാർ ഇവിടം ഉപേക്ഷിച്ചുപോയി. പക്ഷേ ആ സമയമായപ്പോഴേക്കും കിഴക്കൻ തിമോർ ഇന്തോനേഷ്യയുടെ കീഴിലേക്ക് മാറി. ഇന്തോനേഷ്യ അവരുടെ പ്രൊവിൻസായിട്ട് പ്രഖ്യാപിച്ചു.
അന്നു മുതൽ ഏതാണ്ട് 2000 ആണ്ടുവരെ ഗറില്ല യുദ്ധങ്ങളുടെ ഒരു ഇടമായിരുന്നു കിഴക്കൻ തിമോർ. എന്നാൽ പടിഞ്ഞാറൻ തിമോറുകാർ ഡച്ചുകാരുടെ കീഴിലായിരുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രണ്ടാം ലോകമഹായുദ്ധകാലത്തും അതിനുശേഷവുമൊക്കെ ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ട് ക്രമേണ അങ്ങനെ ലയിച്ചു ചേർന്നു. അവിടെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായില്ല. പക്ഷേ കിഴക്കൻ തിമോറിലെ വിപ്ലവകാലത്ത് ധാരാളം അഭയാർത്ഥികൾ കടന്നുവന്ന പ്രദേശമായിരുന്നു പടിഞ്ഞാറൻ തിമോർ. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പടിഞ്ഞാറൻ തിമോറും കിഴക്കൻ തിമോറും തമ്മിൽ ഭൂമിശാസ്ത്രപരമായി ഒരു വ്യത്യാസവും നമ്മൾ കാണില്ല ആകാശത്തിലൂടെ പറക്കുമ്പോൾ. കുറ്റിക്കാടുകൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങളാണ് പല ഭാഗത്തും. എന്നാൽ കുറേയേറെ സ്ഥലങ്ങളിൽ നിബിഡ വനങ്ങളുണ്ട് താനും. താഴെ നിരവധി നദികളും കാണാം. നദീതീരങ്ങളിലും താഴ്വാരത്തെ സമതലങ്ങളിലുമായിട്ടാണ് പട്ടണങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. മലമ്പ്രദേശങ്ങളിൽ ധാരാളം കാപ്പിത്തോട്ടങ്ങളുണ്ട്. കാപ്പി കൃഷിക്ക് പ്രശസ്തമാണ് തിമോർ. ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ തിമോർ പിന്നിട്ട് കിഴക്കൻ തിമോറിന്റെ ഭൂമിയുടെ മുകളിലേക്ക് കയറി. പക്ഷേ ഭൂമിശാസ്ത്രപരമായി ഒരു വ്യത്യാസവും നമ്മൾ കാണില്ല. മഴക്കാലം കഴിഞ്ഞ സമയമായതുകൊണ്ടാണ് ഇത്രയെങ്കിലും പച്ചപ്പ് നമ്മൾ ഇവിടെ കാണുന്നത്. ഉള്ളിലേക്ക് കടൽ വെള്ളം കയറിക്കിടക്കുന്ന ചില ലഗൂണുകളൊക്കെ കാണാം. ആ ലഗൂണിന്റെ തീരത്ത് ചെറിയ ചില സുഖവാസ കേന്ദ്രങ്ങളും ആവാസ കേന്ദ്രങ്ങളും ഒക്കെയുണ്ട്. ഉപ്പ് കുറുക്കുന്ന ഉപ്പളങ്ങളും ചില തീരങ്ങളിലുണ്ട്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിമോറിന്റെ തലസ്ഥാന നഗരമായ ദില്ലിയിലേക്കെത്തും. DILI ദില്ലി. പക്ഷേ അവർ പറയുമ്പോൾ ദില്ലി എന്ന് പറയും. നമ്മൾ ദില്ലി എന്ന് നമ്മുടെ ഡൽഹിക്കാണല്ലോ പറയുക. അകലെ കാണുന്നത് ദില്ലിയുടെ പോർട്ടാണ്. 2018-ൽ പ്രവർത്തനം ആരംഭിച്ച തുറമുഖം. കിഴക്കൻ തിമോറിന്റെ പ്രധാന തുറമുഖം ഈ പോർട്ടാണ്. ദില്ലിയുടെ നഗരഹൃദയത്തിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ അകലെയാണ് ഈ പുതിയ തുറമുഖം. ഈ പോർട്ട് ഉൾപ്പെടുന്ന തീരത്തെയും തലസ്ഥാനം ഉൾപ്പെടുന്ന തീരത്തെയും ഒരു മല വേർതിരിക്കുന്നത് കാണാം. വിമാനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. ഈ ദ്വീപിൽ സമതല പ്രദേശങ്ങൾ തീരെ കുറവാണ്. തീരക്കടലാവട്ടെ നല്ല പവിഴപ്പുറ്റുള്ള തെളിഞ്ഞ നീലജലമുള്ള കടൽ. നമ്മൾ ദില്ലി പട്ടണത്തോടടുത്തു. വിമാനം താഴ്ന്നു വരികയാണ്. കടലിന്റെ മുകളിലേക്കാണോ ലാൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്ന മട്ടിലാണ് താഴ്ന്നു പറക്കുന്നത്. ഭാവിയിൽ ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു തീരമായിട്ട് ഇതൊക്കെ മാറും. അങ്ങനെ നമ്മുടെ വിമാനം ദില്ലിയിലെ പ്രസിഡന്റ് നിക്കോള ലൊബാറ്റോ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയിലേക്ക് താഴ്ന്നിറങ്ങി. ഈ എയർപോർട്ടിൽ സാധാരണ മറ്റ് എയർപോർട്ടുകളിൽ കാണുന്ന തരത്തിലുള്ള കൂറ്റൻ ടെർമിനലുകളോ കെട്ടിടങ്ങളോ ഒന്നും കാണില്ല. ട്രഡീഷണൽ ശൈലിയിൽ പണിത കുറച്ച് കെട്ടിടങ്ങൾ അവിടവിടെ ചിതറിക്കിടക്കുന്നത് മാത്രമേ കാണൂ. തകരശീറ്റ് മേഞ്ഞ ചെറിയ കെട്ടിടങ്ങൾ, പിന്നെ ചെറിയ ചില ഹാങ്ങറുകൾ. കോൺക്രീറ്റിന്റെ വലിയ കെട്ടിടങ്ങളൊന്നും പരിസരത്ത് കാണുന്നില്ല. ഒരു ദരിദ്ര രാജ്യത്തിന്റെ വിമാനത്താവളമാണെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തമാകും. ഈ വിമാനത്താവളം വലിയ ചരിത്രമുള്ളതാണ്. 1939 മുതൽ ഇവിടെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. 39 മുതൽ തന്നെ ഡാർവിൻ പട്ടണവുമായിട്ട്, അതായത് ഓസ്ട്രേലിയയുടെ വടക്കൻ പട്ടണമായ ഡാർവിൻ നഗരവുമായിട്ട് ഇവിടെ നിന്ന് എയർ സർവീസുകളൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ ഇവിടം പിടിച്ചടക്കിയപ്പോൾ അവരും പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടും എയർബേസുമായിട്ടൊക്കെ ഇതിനെ നിലനിർത്തി. 1970-കളിലെല്ലാം വളരെ സജീവമായ ഒരു എയർപോർട്ടായിട്ട് ഇത് മാറി. ഇവിടെ എയറോ ബ്രിഡ്ജൊന്നുമില്ല. ഗോവണി ഇറങ്ങി നടക്കണം. ടെർമിനൽ ബിൽഡിങ്ങുകളായിട്ട് നമ്മൾ ആ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ട്രഡീഷണൽ തിമോറിയൻ ശൈലിയിൽ പണിതവയാണ്. നടന്നു വേണം നമ്മൾ ആ ടെർമിനലിലേക്ക് പോകാൻ. ടെർമിനൽ എന്ന് പറയാനാവില്ല, ചെറിയൊരു പന്തൽ എന്ന് പറയാം. തിമോർ ലെസ്തെ എന്നാണ് ഈസ്റ്റ് തിമോറിന് ഇവിടുത്തെ ഭാഷയിൽ പറയുന്നത്. വെൽക്കം ടു തിമോർ ലെസ്തെ. പക്ഷേ ഇവിടെ ചെന്നാൽ ഒരു ജോലി നമുക്കുണ്ട്. വിസ വാങ്ങണം. വിസ ഓൺ അറൈവലാണ് എല്ലാവർക്കും. എയർപോർട്ടിന്റെ പുറത്തെ ഒരു ഷെഡിൽ ക്യൂ നിന്ന് വേണം വിസ വാങ്ങാൻ. ഞാൻ $30 കൊടുത്ത് വിസ വാങ്ങി. എമിഗ്രേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞു. പുറത്തേക്കിറങ്ങി. ഇതാണ് അറൈവൽ ഏരിയ. അവിടെ ചെല്ലുമ്പോൾ എന്നെ കാത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ബിജു ഫ്രാൻസിസ്.
ഇദ്ദേഹം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. 20 വർഷത്തിലേറെയായി ദില്ലിയിൽ താമസിക്കുന്ന മലയാളി. അദ്ദേഹം ട്രഡീഷണൽ ഷാളൊക്കെ എന്നെ അണിയിച്ചു. ഈ നിൽക്കുന്നത് പ്രേം എന്ന പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ജോലിക്കാരനാണ്. ബിജുവിന്റെ ഒപ്പമുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. തൃശൂർ സ്വദേശിയാണിവർ. ബിജുവിന്റെ ഭാര്യ വല്ലപ്പോഴും ഇവിടേക്ക് വരുന്ന ഒരാളാണ്. ബാക്കി സമയത്ത് നാട്ടിൽ തന്നെയായിരിക്കും. ബിജു WHO-യുടെ IT വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. കൂടെ ജോലി ചെയ്യുന്ന പ്രേമാണ് ഇന്നു മുതൽ 2-3 ദിവസം എന്റെ കൂടെ ഉണ്ടാവുക. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെയാണ് ബിജു എനിക്ക് വിവരിച്ചു തരുന്നത്. ആരോഗ്യ സംരക്ഷണ കാര്യത്തിലൊക്കെ വളരെ പിന്നോക്കമാണ്. ആവശ്യത്തിന് ഹോസ്പിറ്റലുകൾ വന്നിട്ടില്ല. ഇപ്പോഴും വലിയ ചികിത്സകൾ ആവശ്യം വരുന്ന രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഗുരുതരമായ രോഗങ്ങൾക്കൊക്കെ അന്യരാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത് അവരെ ഓസ്ട്രേലിയയിലേക്കോ സിംഗപ്പൂരിലേക്കോ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലേക്കോ അയക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും മറ്റു ലോകരാജ്യങ്ങളുടെയും സഹായത്തോടെയാണ് ഈ ദ്വീപിലെ ആരോഗ്യ പരിപാലന രംഗം പ്രവർത്തിക്കുന്നത് തന്നെ. ലോകരാജ്യങ്ങളുടെ സഹായത്തോടുകൂടിയാണ് ഇവിടുത്തെ പല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളും നടക്കുന്നത്. എണ്ണ സമ്പത്ത് ഈ രാജ്യത്തിനുണ്ടെങ്കിലും കടലിലാണത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുമായിട്ട് ചില തർക്കങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ ബിജു പറഞ്ഞു. ബിജുവിന്റെ ഭാര്യ വെക്കേഷൻ സമയത്ത് ബിജുവിനൊപ്പം താമസിക്കാനായിട്ട് ഇവിടേക്ക് വന്നതാണ്. കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുകയാണ്. ഞങ്ങൾ എയർപോർട്ടിന്റെ പുറത്തേക്കിറങ്ങി. നല്ല വെയിലുള്ള ദിവസങ്ങളാണ്. പക്ഷേ കേരളത്തിന്റെ അത്ര ചൂടില്ല. ഇക്കാണുന്ന അത്രയേ ഉള്ളൂ തിമോർ എന്ന രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളം, ദില്ലിയിലെ ഇന്റർനാഷണൽ എയർപോർട്ട്. എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പിക്കപ്പിന്റെ സമീപത്തേക്ക് നടന്നു. പ്രേം അതിനകത്തേക്ക് എന്റെ ബാഗ് കൊണ്ടുപോയി വെച്ചു. പ്രേം തമിഴ്നാട്ടുകാരനാണ്. ഇവിടെ വേറെ എന്തെങ്കിലും ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ബിജു ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വേണ്ട, ആവശ്യമില്ല. ബിജുവിന് എന്റെ കൂടെ വരാൻ പറ്റില്ല, കാരണം നാളെ വർക്കിംഗ് ഡേ ആണ്. അങ്ങനെ ബിജുവും ഭാര്യയും യാത്രയായി. വണ്ടിക്കകത്ത് നമ്മുടെ ഒരു ഡ്രൈവറുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ജോൺ എന്നാണ്. ജോൺ തദ്ദേശീയനാണ്, തിമോറിയൻ. ജോണിന് വലിയ കഥകൾ പറയാനുണ്ട്. വളരെ നിഷ്കളങ്കമായ ചിരിയോടെയിരിക്കുന്ന തിമോറുകാരുടെ എല്ലാ സ്വഭാവങ്ങളും മുഖത്തെഴുതി വച്ചിരിക്കുന്ന സാധാരണക്കാരനായ ജോൺ. ജോണിനൊപ്പമാണ് ഇനി 2-3 ദിവസത്തെ യാത്ര. പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇവരുടെ ആദ്യ പ്രസിഡന്റായ നിക്കോള ലൊബാട്ടോയുടെ പ്രതിമയാണ്. 25 വർഷങ്ങളോളം നീണ്ട ഗറില്ല പോരാട്ടങ്ങളുടെ ധീരനായകൻ. ആ പ്രതിമയെ പിന്നിട്ട് നമ്മൾ ദില്ലി പട്ടണത്തിലേക്കാണ് ആദ്യം പോകുന്നത്. പ്രേമിനെ ഒന്ന് പരിചയപ്പെട്ടു. 2015-ലാണ് പ്രേം ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ വന്നത് ഒരു ബിസിനസ് ആവശ്യത്തിനാണ്. പക്ഷേ പിന്നീട് ഇവിടെ കുറച്ചുകാലം താമസിച്ചു കഴിഞ്ഞ് ഒരു ഇന്തോനേഷ്യൻ വംശജയെ തന്നെ കല്യാണം കഴിച്ചു. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ബിജുവിനൊപ്പം ജോലി ചെയ്യുകയാണ് പ്രേമും. തമിഴ്നാട്ടുകാരനാണ്. പ്രേമിന് തമിഴും ഇംഗ്ലീഷും അറിയാമെന്നുള്ളതുകൊണ്ടാണ് എന്റെ കൂടെ വരുന്നത്. മാത്രമല്ല ഇവരുടെ ഭാഷയും അത്യാവശ്യം നന്നായിട്ട് പ്രേം സംസാരിക്കും. ഈ കാണുന്ന പാലവും അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ സ്വാതന്ത്ര്യാനന്തരം വികസിച്ചു വന്നതാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് പോർച്ചുഗീസുകാർ അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരുന്നു. എങ്കിലും കഴിഞ്ഞ 6-7 വർഷം കൊണ്ടാണ് നമ്മൾ കാണുന്ന നിലയിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ തിമോർ എന്ന ഈ രാജ്യത്തുണ്ടായത്. നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് തിമോർ പ്ലാസ എന്ന ഒരു വലിയ മാളാണ്. ഇതാണ് തിമോറിലെ ഏക മാൾ. ഇവിടെയുള്ള വിദേശ രാജ്യക്കാർക്കും ഈ നാട്ടിലെ സമ്പന്നർക്കുമൊക്കെ ഷോപ്പിങ്ങിന് വരാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തിമോർ പ്ലാസ. വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാൾ തന്നെ. ഇവിടുന്ന് അങ്ങോട്ട് ദില്ലി നഗരത്തിന്റെ പ്രധാന ഭാഗം ആരംഭിക്കുകയാണ്. പുതിയൊരു ക്രിസ്ത്യൻ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം. ഈ വരുന്ന ഓഗസ്റ്റിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ദ്രുതഗതിയിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പള്ളി. നഗരഹൃദയത്തിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയാണ് എയർപോർട്ട്. നമ്മളിപ്പോൾ കിഴക്കു ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത്. നഗരഹൃദയത്തിൽ പോലും ആകാശം മുട്ടുന്ന വലിയ കെട്ടിടങ്ങളൊന്നും കാണില്ല. 13 ലക്ഷം ജനങ്ങളാണ് തിമോറിൽ ആകെപ്പാടെയുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ, അതായത് 1500-കളിൽ തന്നെ ഇവിടേക്ക് പോർച്ചുഗീസുകാരെത്തി.
പോർച്ചുഗീസുകാർ വന്ന ഉടനെ അവർ സ്ഥാപിച്ച കോളനി നഗരമാണ് ശരിക്കും പറഞ്ഞാൽ ദില്ലി എന്ന് പറയുന്ന ഇന്നത്തെ ഇവരുടെ തലസ്ഥാനം. ഡിഫൻസ് മിനിസ്ട്രി ഒക്കെയാണ് വലതുവശത്ത് അകലെ ആ കാണുന്ന കെട്ടിടം. ആധുനിക കാലത്ത് പുതിയ നിരവധി മന്ദിരങ്ങൾ പണിത് കുറച്ചൊക്കെ ആധുനികതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ദില്ലി. സാമ്പത്തിക രംഗത്ത് വളരെ പിന്നിലാണ് ഈ രാജ്യം. വിവിധ വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം കൊണ്ടൊക്കെയാണ് ഇപ്പോഴും മുന്നോട്ടു പോകുന്നത്. എണ്ണസമ്പത്ത് കടലിലുണ്ടെങ്കിലും ഓസ്ട്രേലിയയുമായിട്ടുള്ള തർക്കത്തിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ദില്ലിയിലെ കാഴ്ചകളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. തിമോറിന്റെ കിഴക്കുഭാഗത്തുള്ള ബൗക്കാവു എന്ന പട്ടണത്തിലേക്കാണ് ഇപ്പോൾ യാത്ര.